ഇത് ആദ്യത്തെ സംഭവമല്ല. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് സ്കൂൾ അധികൃതരുടെ പീഡനം കാരണമെന്ന് പരാതി. അവളെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ട്. ചേച്ചി കുറെ കരഞ്ഞു, ബസ്സിൽ നിന്നെല്ലാം കരയായിരുന്നു. ഏത് സ്കൂളിലാണ് വരാന്തയിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് പണിഷ്മെന്റ് ഉള്ളത്? വെറും 1.5 മാർക്ക് കുറഞ്ഞതിനാണ് ആശിർ നന്ദ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഡിവിഷൻ മാറ്റിയിരുത്തിയത്. ഇനിയും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പോയിരിക്കുന്നതിന് സമ്മതമാണെന്ന് എഴുതി വാങ്ങുകയും ചെയ്തു. കളിയാക്കലുകൾക്കും മാനസിക പീഡനങ്ങൾക്കും ഒടുവിൽ മനം നൊന്താണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ആശിർ നന്ദ ജീവനൊടുക്കിയത്. ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ഇത്. അച്ചടക്ക നടപടിയുടെ പേരിൽ കുട്ടികളുടെ മുഖം ചുമരിലൊരുക്കുക, 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പുറത്തു നിർത്തുക, മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ക്ലാസ് മാറ്റുക, നോട്ട് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ചവിട്ടുകയും അടിക്കുകയും ചെയ്യുക. ഇതൊക്കെ ആ സ്കൂളിൽ നടക്കുന്നുണ്ടെന്ന് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് പറയുന്നത്. ഡിവിഷൻ മാറ്റിയിരുത്തിയ ദിവസം കരഞ്ഞുകൊണ്ടായിരുന്നു ആശിർ നന്ദ വീട്ടിലെത്തിയതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. മാർക്ക് കുറഞ്ഞെന്നാരോപിച്ച് സ്കൂളിലെ സ്റ്റെല്ല എന്ന ടീച്ചർ മീറ്റിംഗ് വിളിച്ച് ഒരു കത്തെഴുതി വാങ്ങിയിരുന്നു. അടുത്ത പരീക്ഷയ്ക്ക് മാർക്കില്ല എന്നാണെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ 8ാം ക്ലാസ്സിലിരുത്താൻ തയ്യാറാണെന്ന് രക്ഷിതാക്കൾ എഴുതി ഒപ്പിട്ട കത്ത് നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. കത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സ്കൂളിലെ നിയമം അതാണ് എന്ന് അവർ പറഞ്ഞെന്നും അച്ഛൻ പറയുന്നുണ്ട്. ഇത് ആശിർ നന്ദയുടെ മാത്രം അവസ്ഥയല്ല. കഴിഞ്ഞ 6 മാസത്തിനിടെ കേരളത്തിലുടനീളം അധ്യാപകരുടെ ക്രൂരതയ്ക്കിരയായ നിരവധി കുട്ടികളുടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അച്ചടക്കം എന്ന ചട്ടക്കൂടിൽ ജയിൽ ചിട്ടകളേക്കാൾ ഭീകരാവസ്ഥയിലാണ് കേരളത്തിലെ പല വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നത്. അധ്യാപകർ തമ്മിലുള്ള ഈഗോ മത്സരങ്ങളിൽ കുട്ടികൾ ബലിയാടാകുന്നതും നമ്മൾ കണ്ടു. പ്ലേ സ്കൂൾ മുതൽ +2 വരെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ക്രൂരതകൾക്ക് ഇരയാകുന്നുണ്ട്. തൃശൂരിൽ അധ്യാപിക ബോർഡിൽ എഴുതിയത് കോപ്പി ചെയ്ത് നോട്ടിൽ എഴുതാത്തതിന് UKG വിദ്യാർത്ഥിയെ മർദ്ദിച്ചതും അധ്യാപകരുടെ ശാരീരിക മാനസിക പീഡനം മൂലം +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമൊക്കെ ഇതേ കേരളത്തിലാണ്. മനുഷ്യരോടെന്ന പോലെയല്ല, മൃഗങ്ങളോടെന്ന പോലെയാണ് തങ്ങളോട് അധ്യാപകർ പെരുമാറുന്നതെന്നും ഫിസിക്സ് ലാബിലിട്ട് മർദ്ദിക്കാറുണ്ടെന്നും മറ്റൊരു കുട്ടിയും വെളിപ്പെടുത്തിയിരുന്നു. ഇതിനിടെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അധ്യാപകനോടുള്ള വിദ്വേഷം തീർക്കാൻ വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച അധ്യാപികയും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അധ്യാപകരും അനധ്യാപകരും പോക്സോ കേസിൽ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പുറത്തു വന്ന വാർത്തകൾ മാത്രമാണ്. പുറത്തു വരാത്ത ഇതിലും ഭീകരമായ എത്രത്തോളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എത്ര പേർ അധ്യാപകരുടെ ക്രൂരമർദ്ദനമേറ്റിട്ടും ഭയം മൂലം തുറന്നു പറയാൻ കഴിയാതെ നിശബ്ദരായിരുന്നിട്ടുണ്ടാകും. അധ്യാപകരുടെ സ്ലട്ട് ഷെയ്മിങ്ങിന് വിധേയരാകാത്ത എത്ര പെൺകുട്ടികൾ ഉണ്ടാകും. കഞ്ചാവാണെന്നോ തല്ലിപ്പൊളിയാണെന്നോ കേൾക്കാത്ത എത്ര ആൺകുട്ടികൾ ഉണ്ടാകും. നമ്മുടെ മക്കൾ സ്കൂളുകളിൽ സുരക്ഷിതരാണോ എന്നതിനൊപ്പം അവർ എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് എത്ര മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ട്. പേടികൊണ്ടും നിസ്സഹായത കൊണ്ടും പല കുട്ടികൾക്കും തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വീട്ടുകാരോടോ മറ്റുള്ളവരോടോ തുറന്നു പറയാൻ സാധിക്കാറില്ല. വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മാനസിക വിഷമങ്ങൾക്ക് സഹായകരമാകാൻ സ്റ്റുഡന്റ് കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കേരളത്തിലെ 12,644 വിദ്യാലയങ്ങളിൽ 1012 വിദ്യാലയങ്ങളിൽ മാത്രമായിരുന്നു സ്റ്റുഡന്റ് കൗൺസിലർമാരുടെ സേവനം ലഭ്യമായിരുന്നത്.